നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗൻ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം നിലമിക്ക് വേണ്ടത്? പറയേ. ജഗനുമായിട്ടുള്ള ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യക്കുറവുണ്ട്. അത് തുറന്നു പറയാനാ വന്നേ. അമ്മാവന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി അമ്മാവൻ അടിസ്ഥാനമില്ലാതെ അപവാദങ്ങൾ വിളിച്ച് പറഞ്ഞതായിരിക്കും. അത് ഈ നാട്ടും പുറത്തുകാരുടെ ഒരു ശുദ്ധഗതിയുടെ ഭാഗമാ. അതിലൊന്നും ഒരു കാര്യമില്ല. വന്ദനെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അയാൾക്ക് തന്നെ അറിയാം. പിന്നെന്താ, നിങ്ങളെ ഒന്ന് കൊച്ചാക്കണം, ആ ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ആ സത്യം നിങ്ങളെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് വന്ദനെ കുറിച്ച് തെറ്റിദ്ധാരണ ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് ആശ്വാസമായത്. വന്ദനയുടെ കല്യാണം എത്രയും പെട്ടെന്ന് മംഗളമായി നടക്കാൻ വേണ്ടിയുള്ള പ്രധാന പൂജകൾ തുടങ്ങാൻ പോവുകയാണ്. ഒപ്പം ചരട് പൂജയും നടക്കും. പൂജ കഴിയുന്നതുവരെ വന്ദന ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് പ്രാർത്ഥനയോടെ ഇരിക്കണം. എല്ലാവരും കൂടി പോകണമെന്നില്ല. വന്ദനയോടൊപ്പം ഒരാൾ പോയാ മതി. ഞാനും കൂടി പോകാൻ തിരുമേനി. ആയിക്കോട്ടെ. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായി ശുചിമുറിയുണ്ട്. കൈയും മുഖവും കഴുകി ശരീരശുദ്ധി വരുത്തി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാ മതി. പൂജ കഴിഞ്ഞ് വന്ദനയെ വിളിക്കാൻ ആർക്ക് വേണമെങ്കിലും പോകാം. അതുവരെ നിങ്ങൾക്കൊക്കെ വിശ്രമിക്കാം. അല്ലെങ്കിൽ പൂജ കണ്ട് തൊഴുതു നിൽക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാകാം. മോളെ, മോള് ചെന്നോളൂ. മോളെ കർച്ചീഫ്. മോളെ, മഹാപണ്ഡിതനായ ഒരു ജ്യോത്സ്യനാ നിന്റെയും ജഗന്റെയും ജാതകങ്ങൾ പരിശോധിച്ചത്. എല്ലാ പൊരുത്തങ്ങളും ഒന്നിനൊന്ന് ഉത്തമ. മധ്യമം, അധമം എന്നീ പൊരുത്തങ്ങളേ ഇല്ല. ഇതുപോലെ പൊരുത്തങ്ങളുള്ള രണ്ട് ജാതകങ്ങള് ഒത്തുവന്ന ചരിത്രമേ ഇല്ലെന്നാ ജ്യോത്സ്യം പറഞ്ഞത്. ഇതേ അഭിപ്രായം തന്നെയാണ് ഇവിടത്തെ തിരുമേനിയും പറഞ്ഞത്. ഈ ബന്ധം നടന്നു കിട്ടിയ ഒച്ചടി കയറ്റമായിരിക്കും. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ വരുന്നില്ല. നിങ്ങൾ രണ്ടാൾക്കും. പിന്നെ തിരുമേനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അതെന്താ? തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നേരത്തെ കണ്ടില്ലേ ഈ ഇടി, അതുപോലത്തത്. മോളത് കാര്യമൊക്കെ ഉണ്ടാവും. അതാണല്ലോ ജഗൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജഗനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ആ ശരിയാണ്.
ജാതകപ്രകാരം തുടക്കത്തിൽ ജഗൻ അങ്ങനെ പെരുമാറണമെന്നുള്ളതാണ് വിധി. കല്യാണ പെണ്ണ് വിചാരിച്ചാലേ പയ്യനെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റൂ. അതാണ് ഇവിടത്തെ മഹാനായ തിരുമേനി പറഞ്ഞിരിക്കുന്നത്. മോള് ജഗന്റെ മനസ്സ് കീഴടക്കണം. അയ്യോ മോളെ പതിയെ അമ്പലം. എന്തിനാ മോളെ ഇങ്ങനെ ചിരിക്കുന്നേ? സിനിമയില് നായികയ്ക്ക് നായകനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നായകൻ ചില തന്ത്രങ്ങൾ ഇറക്കി നായികയുടെ മനസ്സ് കീഴടക്കും. സിനിമ അതുപോലെ ഈ നായകനെ വശത്താക്കാൻ ഈ നായിക ആരോടാ ഗുസ്തി പിടിക്കേണ്ടേ? എന്റെ പൊന്നു മോളെ, നീ ഗുസ്തി പിടിക്കണമെന്നല്ല അങ്കിൾ ഉദ്ദേശിച്ച്. നയത്തിൽ ജഗനോട് പെരുമാറി അവന്റെ പ്രീതി പിടിച്ചു പറ്റണമെന്നാ അങ്കിള് പറഞ്ഞത്. സുമമാറ് മതി, അത്രയും മതി. സുമ പറഞ്ഞതുപോലെ മോൾ അങ്ങനെ തന്നെ ചെയ്താ മതിയാവും. എന്റെ ദേവി, എന്റെ തന്തപ്പടിയും ആ തലതെറിച്ച പെണ്ണും കൂടി എന്റെ ജീവിതം തുലയ്ക്കുവോ? വന്ദന എനിക്ക് നഷ്ടപ്പെടുമോ ദേവി? അവളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. പൂജ കഴിയുന്നതിന് മുമ്പായിട്ട് ഞാൻ വന്ദനയെ കണ്ടിരിക്കും. എനിക്ക് അവളോട് പ്രണയമാണെന്ന സത്യം തുറന്ന് ഞാൻ പറഞ്ഞിരിക്കും. അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ദേവി, ജഗൻ, 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 എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം നിലമിക്ക് വേണ്ടത്? പറയ. ജഗനുമായിട്ടുള്ള ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യക്കുറവുണ്ട്. അത് തുറന്നു പറയാനാ വന്നേ. നമ്മൾ തമ്മിലുള്ള ബന്ധം നടന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് ചിലപ്പോ വെച്ചിട്ട് കയറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫ് തകർന്നു പോവും. അതെ, തുറന്നങ്ങ് പറയാലോ. ജഗന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിവെച്ച എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും സ്റ്റാറ്റസിനും പറ്റിയ ഒരാളല്ല ജഗൻ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഈ ബന്ധം എനിക്കും ഇഷ്ടമല്ല. നമ്മുടെ ബന്ധം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. താങ്ക് യു സോ മച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.